ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു ഫൺസി ഇറ്റ്സ് മീ ജൂലിയ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സൂപ്പർ ചാമ്പ്സിൻ്റെ മറ്റൊരു ഗെയിമിംഗ് വീഡിയോ ആണ്. ഓൾറെഡി ഞാൻ സൂപ്പർ ചാമ്പ്സിൻ്റെ ഒരു ഗെയിമിംഗ് ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, റാക്കറ്റ് റാമ്പേജിൻ്റെത്. അത് കാണാത്തവരാ നിങ്ങളെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി കണ്ടിട്ട് വരിക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ബുള്ളറ്റ് ലീഗിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ബുള്ളറ്റ് ലീഗ് എന്ന് പറയുന്നത് ഒരു ഗ്രാവിറ്റി ഡിഫൈയിങ് ഗൺ പ്ലേ ഗെയിമാണ്. സിംപ്ലി പറയാനാണെങ്കിൽ നമ്മുടെ പബ്ജിയുടെയും മിനി മിൽഷ്യയുടെയും ഒക്കെ ഒരു മിക്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പബ്ജി മിനി മിൽഷ്യയൊക്കെ കളിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും. പബ്ജിയുടെ ഒരു റൂൾസും അതേപോലെ മിനി മിൽഷ്യയുടെ ഒരു ഇൻ്റർഫേസുമാണ് നമ്മുടെ ബുള്ളറ്റ് ലീഗിന് വരുന്നത്. റൂൾസ് എന്ന് പറയുമ്പം പബ്ജിയിൽ നമുക്കിവിടെ ടീമായിട്ട് കളിക്കാൻ സാധിക്കും. പബ്ജിയിൽ 4 പ്ലെയേഴ്സ് ആണെങ്കിൽ ഇവിടെ 3 പ്ലെയേഴ്സ് ആയിരിക്കും വരിക. അതേപോലെ തന്നെ ഹെൽത്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ വോയിസ് പരസ്പരം സംസാരിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ വെടികൊണ്ട് വീഴുവാണെങ്കിൽ നമുക്ക് റിവൈവ് ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ മിനി മിൽഷ്യയുടെ ഒരു ഗ്രാഫിക്സ് ഒക്കെ വരുന്നുണ്ട്. ഗ്രാഫിക്സ് മിനി മിൽഷ്യയെക്കാട്ടിലും കുറച്ചുകൂടെ കൂടുതലാണ് നമ്മുടെ ബുള്ളറ്റ് ലീഗിനകത്ത്. അപ്പോൾ ഇത് രണ്ടും കലരുന്ന ഒരു ഗെയിമാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഗെയിം തന്നെയാണ്. നല്ല രസമാണ്. ഫ്രണ്ട്സായിട്ടൊക്കെ കളിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഫണ്ണി മൊമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പം എയർ ഡ്രോപ്പ് ചെയ്യുന്നവർക്കും ചെയ്യാത്തവർക്കും ഒരുപോലെ കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. എയർ ഡ്രോപ്പ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മാസം, അതായത് സെപ്റ്റംബർ 18 വരെയാണ് അവസാന ഡേറ്റ്. അപ്പം മാക്സിമം നിങ്ങൾ കളിച്ച് സ്കോർ ചെയ്യാൻ നോക്കുക. ഓക്കെ, എങ്ങനെയാണ് ഗെയിം കളിക്കുക എന്നുള്ള വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ബുള്ളറ്റ് ലീഗ് എന്ന് പറഞ്ഞ ഗെയിം ഇൻസ്റ്റാൾ ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യുമ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഏജ് സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ എൻ്റെ ഏജ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. മെയിൽ ID കൊടുത്തുകൊണ്ട് OTP വെരിഫൈ ചെയ്യുക. അതേപോലെ തന്നെ ഒരു യൂസർ നെയിമും ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി എങ്ങനെയാണ് കളിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു റൂളാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ജമ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവരുടെ കാണിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ പോകുന്ന വഴികളിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് വെപ്പൻസ് കിട്ടും. അപ്പോൾ ആ ഒരു വെപ്പൻസ് നമുക്ക് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഇതൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് അവർ കാണിക്കുന്നത്. സോ ആദ്യം തന്നെ പോകുന്ന വഴികളിൽ വെപ്പൻസ് എടുക്കുക. ദെൻ ഇതുപോലെ നമ്മുടെ ഒപ്പോണൻറ്റിനെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? മറ്റ് ടീമുകളെ കാണുമ്പോൾ നമ്മൾ വെടിവെക്കുക. ഓക്കെ, ഷൂട്ട് ചെയ്യുക. അപ്പം ഇത് ജസ്റ്റ് ഒരു ട്യൂട്ടോറിയൽ പോലെ അവർ കാണിച്ചതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗെയിമിലേക്ക് പോവാം. സോ ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. ട്യൂട്ടോറിയൽ കഴിഞ്ഞു. നമുക്ക് ഈ ഒറിജിനൽ ബാറ്റിലേക്ക് പോവാം. ഇവിടെ ബാറ്റിൽ റോയൽ നടക്കുന്ന ഈ ഓപ്ഷൻ എടുക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ ഇവൻറ്റ് ചൂസ് ചെയ്യാൻ പറ്റും. ഏത് ഇവൻറ്റ് വേണമെങ്കിലും നമുക്ക് കളിക്കാവുന്നതേ ഉള്ളൂ. ഇത് പ്രീമിയം വരെ ഉണ്ട്. നമുക്ക് പ്രീമിയം ഇവൻറ്റ് നമുക്ക് കളിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം സോളോ എടുക്കാം. ബാറ്റിൽ റോയൽ സോളോ. ഇവിടെ 30 പ്ലെയേഴ്സാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു 30 പ്ലെയേഴ്സിനെ നമ്മൾ ഡിഫീറ്റ് ചെയ്യണം, എന്നിട്ട് സർവൈവ് ചെയ്യണം അവസാനം വരെ. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് ഗെയിം. പ്ലേ കൊടുക്കാം. ഓക്കെ, സ്റ്റാർട്ട് ആവുന്നതേ ഉള്ളൂ. ഓക്കെ, നമ്മൾ എൻ്റർ ആയിട്ടുണ്ട് ഗെയിമിലേക്ക്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ ഫുള്ള് നമ്മൾ വെപ്പൻസിനായിട്ട് നോക്കുക. വെപ്പൻസ് കാണുമ്പോൾ അതെല്ലാം നമ്മൾ കളക്ട് ചെയ്യണം. ഇതൊരു എനർജി ലെവൽ ആണെന്നൊക്കെ, എനർജി ബൂസ്റ്റർ ആണെന്നൊക്കെ പറയാം. ഓക്കെ, നമ്മുടെ ലൈഫല്ല, ലൈഫിനെ നിലനിർത്തുന്ന ഒരു എനർജി ബൂസ്റ്ററാണ്. അതവിടെ ഒരു തോക്ക് കിട്ടിയിട്ടുണ്ട്. മുകളിലൊരു കണ്ണിരിപ്പുണ്ട്. ഓക്കെ, അവിടോട്ട് എത്താൻ പറ്റില്ല. സോ നമുക്ക് ബ്രിക്ക് യൂസ് ചെയ്യാം. നമുക്ക് ബ്രിക്സ് യൂസ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോകാം. ഓക്കെ, ആ ഗണ്ണ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം പവറുള്ളൊരു ഗണ്ണാണ്. ബ്രിക്സ് കളക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണേ. സോ ഇങ്ങനെ നമുക്ക് ബ്രിക്സ് കളക്ട് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പം ഓരോ ഗണ്ണിനും ഓരോ ഗണ്ണിനും നമുക്ക് പവർ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം പവർ കൂടിയ ഗണ്ണുകൾ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒപ്പോണൻറ്റിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗെറ്റ് ഇൻ ടു ദ സേഫ് സോൺ എന്ന് പറയുന്നുണ്ട് അവർ. ഇതുപോലെട്ടെ ഓടി രക്ഷപ്പെടുക. ഓക്കെ, ഓക്കെ. അപ്പോൾ ആ ഒരു ഗ്രീൻ സംഭവം ഞാൻ എടുത്തുകൊണ്ട് അതാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫ് കുറയുമ്പോൾ നമുക്ക് അത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ.
ഓക്കെ, ഈ ഒരു ഡോട്ടഡ് ലൈൻസ് കണ്ടോ ബ്ലൂ കളറിൽ, ഇത് ആക്ച്വലി ഒരു സർക്കിളാണ്. ഈ സർക്കിളിനുള്ളിൽ നിന്ന് വേണം നമുക്ക് കളിക്കാനായിട്ട്. സർക്കിളിന് പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും ക്രമേണ നമ്മുടെ ലൈഫ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. സോ സർക്കിളിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ മാക്സിമം സർവൈവ് ചെയ്യുക എന്നുള്ളതാണ്. ഒപ്പം നമ്മുടെ ഒപ്പോണൻസിന് നമ്മൾ കൊല്ലുകയും വേണം. ഇതാ ഇവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന സോളോ ആയതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. നമുക്ക് ടീമായിട്ടും കളിക്കാൻ പറ്റും. ടീം കളിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ടീം കളിക്കാനേ ഉള്ളൂ. അതൊക്കെ ഒരു രസമാണ് ഫ്രണ്ട്സുമായിട്ടൊക്കെ കളിക്കുമ്പോൾ. ഓക്കെ, ഇവിടെ ആരെയും കാണുന്നില്ല. ഗെറ്റ് ഇൻ ടു ദ സേഫ് സോൺ എന്ന് അവർ പിന്നെയും പറയുന്നുണ്ട്. നമ്മൾ സേഫ് സോണിലല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ പറയും സേഫ് സോണിലേക്ക് പോവുക എന്നുള്ളത്. ലൈഫ് ഒന്ന് എടുത്തോട്ടെ എൻ്റെ. ഓക്കെ, അവനെയും കൊന്ന്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് നമ്മുടെ ലൈഫ് കുറയുന്നതിനനുസരിച്ച് നമ്മൾ ലൈഫ് കൊടുത്തുകൊണ്ടേ ഇരിക്കുക, കൂട്ടി കൊടുക്കുക. ഇത് കണ്ടോ, എൻ്റെ ലൈഫ് ഫുള്ളാണ് ഒരു ഗ്രീൻ കളർ കാണുന്നത്. അതിൻ്റെ മുകളിലായിട്ടാണ് ബ്ലൂ കളർ കാണിക്കുന്നത്. കണ്ടോ, അതാണ് പറഞ്ഞത് അതൊരു എനർജി ലെവലാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളെ ആരെങ്കിലും ഷൂട്ട് ചെയ്യുവാണെങ്കിൽ ആദ്യം എനർജിയെ കുറയുള്ളൂ, പിന്നെ ലൈഫ് കുറയുള്ളൂ. ഓക്കെ, അപ്പോൾ അത് വെച്ചേക്കുമ്പോൾ നമുക്ക് കുറേ കൂടെ നേരം സർവൈവ് ചെയ്യാൻ പറ്റും. അതിനാണ് ആ ഒരു ബ്ലൂ എനർജി എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര കില്ലെടുത്തു എന്നുള്ളതൊക്കെ നമുക്ക് റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് ഒരു സ്കള്ളിൻ്റെ ഒരു പടം കൊടുത്തേക്കുന്നുണ്ടോ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും എത്ര കില്ല് നമ്മൾ എടുത്തു എന്നുള്ളത്. ഞാനിപ്പോൾ 7 കില്ലെടുത്തിട്ടുണ്ട്. അങ്ങനെ അവസാനം വരെ നമ്മൾ സർവൈവ് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരുത്തം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു സേഫ് സോൺ കുറഞ്ഞു വരികയാണ്. സേഫ് സോണിലേക്ക് പോവുക. വലിയ താഴെ 2-3 പേര് പോണ്ടേ. യൂസ് ചെയ്തോട്ടെ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെയും സർക്കിൾ ചെറുതായി മുകളിലേക്ക് പോവുക. ഇവിടെ ആരെയും കാണുന്നില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സർക്കിളിനുള്ളിലേക്ക് വരുമല്ലോ, ബിക്കോസ് അവർക്കും സർവൈവ് ചെയ്യണമല്ലോ. അപ്പോൾ ആരെങ്കിലും വരട്ടെ, നമുക്ക് നോക്കാം. എന്താ വന്നു അതിനെയും കൂടെ കൊന്നു കഴിഞ്ഞാൽ പണി തീരും. ഓക്കെ, ജയിച്ച്. കണ്ടോ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ഗെയിം. ഇതിപ്പോൾ സോളോ ആണ്. സോളോയിൽ അടിപൊളി നമ്മൾ ടീമായിട്ട് കളിക്കുമ്പോഴാണ്. നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ടീമായിട്ട് കളിക്കുമ്പോൾ അടിപൊളിയായിട്ട് കളിക്കുക. അങ്ങനെ നമുക്ക് 3 പേര് വെച്ചിട്ടാണ് നമുക്ക് ഈ ഗെയിം കളിക്കാൻ പറ്റുക ടീമാവുമ്പം. അങ്ങനെ നമുക്ക് കളിക്കാം. ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ട്രോഫി ബോർഡ് കാണാം. ട്രോഫി ബോർഡിൻ്റെ അവിടെ ഓരോ ട്രോഫീസ് നമ്മൾ ക്ലെയിം ചെയ്യാം. നമ്മൾ ഗെയിം കളിക്കുന്നതനുസരിച്ച് നമ്മുടെ ട്രോഫീസ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. സോ ബ്രോൺസ്, സിൽവർ, പ്ലാറ്റിനം, അങ്ങനെ പലതരത്തിലുള്ള ഗോൾഡ്, ഇങ്ങനെയെല്ലാം ട്രോഫികളും നമുക്കുണ്ട്. അപ്പോൾ ഓരോരോ ട്രോഫി വീതം നമ്മൾ കളിക്കുന്നതിനനുസരിച്ച് ക്ലെയിം ആയിക്കൊണ്ടിരിക്കും. ലെഫ്റ്റ് സൈഡിലേക്ക് കാണുമ്പോഴത്തേക്കും ലോഡ് ഔട്ട്, ഗിഫ്റ്റ്സ്. ഇതിനകത്ത് ലോഡ് ഔട്ട് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് വെപ്പൺസിൻ്റെ ലെവൽ കൂട്ടാൻ പറ്റും. ഗിഫ്റ്റ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി ചെക്കിങ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. സോ മാക്സിമം നല്ല രീതിയിൽ തന്നെ നിങ്ങൾ കളിക്കുക. നല്ല രീതിയിൽ കളിച്ച് നിങ്ങളുടെ പോയിൻറ്റ്സ് കൂട്ടാൻ ശ്രമിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ. ബൈ ഗൈസ്.